നമസ്കാരം. എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കരിമണൽ കമ്പനിയായ CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവരെ ED ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കമ്പനിയുടെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ശരൺ കർത്തയോട് ED ആവശ്യപ്പെട്ടിരുന്നു. ജയ കർത്ത ഡയറക്ടറായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൃത്യമായി തിരിച്ചടവ് നടത്താതിരുന്നിട്ടും എക്സാലോജിക് കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ഇതിനു മുന്നോടിയായി ശശിധരൻ കർത്തയുടെ മകളും CMRL ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെയും കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ സഹോദര സ്ഥാപനവും കേസിലെ പ്രതിപട്ടികയിലുള്ളതുമായ നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായ ഷിബിയിൽ നിന്നും ഈ ഇടപാടുകളെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ED ശേഖരിച്ചിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനോട് ബുധനാഴ്ച നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ED പുതിയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ മാസം 12-ന് ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈദ്യപരിശോധനാ വിവരങ്ങൾ സഹിതം വീണ കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇതേ തുടർന്നാണ് ED 5 ദിവസത്തെ സാവകാശം അനുവദിച്ച് പുതിയ സമൻസ് നൽകിയത്. ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ വഴി സമർപ്പിക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിനാണ് പണം കൈപ്പറ്റിയതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് ഹാജരാകാൻ ED കർശന നിർദ്ദേശം നൽകിയത്. നാളെ വീണ EDക്ക് മുന്നിൽ ഹാജരായേക്കുമെന്നാണ് സൂചനകൾ. മുൻപ് നടത്തിയ റെയ്ഡുകളിൽ ED വീണയിൽ നിന്നും ചില സുപ്രധാന രേഖകൾ പിടിച്ചെടുക്കുകയും പ്രാഥമിക മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ രേഖകളുടെയും CMRLുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് നിലവിൽ ശേഖരിക്കുന്ന മൊഴികളുടെയും അടിസ്ഥാനത്തിലാകും വീണയുടെ അടുത്ത ഘട്ടം ചോദ്യം ചെയ്യൽ നടക്കുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് EDയുടെ പ്രധാന കണ്ടെത്തൽ. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തുക കൈമാറിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടെ 132 കോടിയിലധികം രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ച് വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി പണം നൽകിയതായി ആരോപണം ഉയർന്നിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി ED അന്വേഷണത്തിന് അനുമതി നൽകിയതിനെ തുടർന്ന് SFIO ശേഖരിച്ച സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പ്രത്യേക കോടതി EDക്ക് കൈമാറുകയായിരുന്നു. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുന്നത്. മുൻപ് നടന്ന റെയ്ഡുകളിൽ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ ED ഇതിനകം മരവിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ വീണ വിജയനെതിരെ ED പിടിമുറുക്കിയതോടെ പ്രതിരോധ കവചം തീർക്കാനുള്ള പരസ്യ നീക്കങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ED റെയ്ഡിൽ പാർട്ടി പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചത് പ്രതികൂലമായി ബാധിച്ചെന്ന വിലയിരുത്തലാണ് പാർട്ടി. അതേ തുടർന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള കേസാണെങ്കിൽ അവർ നിയമപരമായി നോക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരത്തെ പരസ്യമായി പറഞ്ഞതും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകന റിപ്പോർട്ട് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും വിശദമായി ചർച്ച ചെയ്തിരുന്നു. ED റെയ്ഡ് സംബന്ധിച്ച പരാമർശം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ നടന്ന പ്രതിഷേധം അതിരുകടന്നെന്ന അഭിപ്രായം സംസ്ഥാന കമ്മിറ്റിയിൽ ചില നേതാക്കൾ പ്രകടിപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിന്റെ മകൾ താമസിക്കുന്ന വീടായതുകൊണ്ടാണ് ED അവിടെ എത്തിയത്. പ്രതിപക്ഷ നേതാവിനെ ED ചോദ്യം ചെയ്തില്ല. ആ സാഹചര്യത്തിൽ കേന്ദ്രസേനയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നത് ശരിയായില്ല എന്ന അഭിപ്രായവും ചില നേതാക്കൾ പ്രകടിപ്പിച്ചു. ഇതേ തുടർന്നാണ് നിലപാടിൽ വ്യക്തത വരുത്താൻ പാർട്ടി തയ്യാറായതും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിക്ക് കാരണം സംസ്ഥാന നേതൃത്വത്തിന്റെ വീഴ്ചയാണെന്ന വിലയിരുത്തലാണ് പാർട്ടിയുടെ റിപ്പോർട്ടിലുള്ളത്. അതിനിടയിൽ വീണ വിജയനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ കൂടി ആയാൽ അത് പാർട്ടിയെ കൂടുതൽ ദുർബലമാക്കുമെന്ന വിലയിരുത്തലാണ് തൽക്കാലം ഈ കേസിൽ മൗനം പാലിക്കാൻ CPM ഒരുങ്ങുന്നത്.